അങ്ങനെ വീണ്ടും ഒരു കല്യാണത്തിന് പോവുകയാണ്. എന്ന് ഞാൻ തനിയാണ് ഒരുങ്ങിയത്, ധാവണിയൊക്കെ ചുറ്റിയത്. കാരണം അതിൻ്റെതായിട്ടുള്ള കുറവുകളുണ്ട്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. എൻ്റെ ഫ്രണ്ടായ നിതിൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ്. മുണ്ടക്കയത്ത് വെച്ചിട്ടായിരുന്നു കല്യാണം. ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങളിങ്ങ് എന്തായാലും കറക്റ്റ് ടൈമിങ്ങിനാണ് ഞങ്ങളിങ്ങ് എത്തിയത്. അങ്ങനെ ചേട്ടൻ മണ്ഡപത്തിലേക്ക് കയറി. ഇവിടെ വന്നിട്ട് പ്രധാനപ്പെട്ട ആളെ ഞങ്ങൾ തിരയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടെത്തി. അതാ പോകുന്നു ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ. ഒരു ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു സ്ഥലമില്ല. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഗ്യാപ്പ് കണ്ടുപിടിച്ചു. ഞാൻ ഇതിനെ വിളിച്ചു വരുത്തി. കുറച്ചേരെ ഞങ്ങളോട് നിൽക്കാനൊക്കെ പറ്റുള്ളൂ. കാരണം അവൻ അവിടെ കൂടെ ഓടി നടക്കുമായിരുന്നു ഓരോ കാര്യങ്ങൾ. മുണ്ടും കുർത്തയൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ആൾക്ക്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു ചേച്ചി എങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ. ശരിക്കും എടുത്തു പറയേണ്ടത് അവരുടെ ഡാൻസ് ഒരു രക്ഷയില്ല. ആ ചേച്ചിമാരിടുന്ന ഓരോ സ്റ്റെപ്പും നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ ചേച്ചി മണ്ഡപത്തിലേക്ക് കയറി. ഇതിനു മുമ്പായിട്ട് അവരുടെ പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ കല്യാണ ചടങ്ങിലേക്ക് MP ആന്റോ ആന്റണി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ആശംസകൾ അറിയിച്ചു. അങ്ങനെ അടുത്തൊരാളെയും കൂടി നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ നിതിന്റെ അനിയത്തി കൃഷ്ണ. എടുത്തു പറയാല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. കുടത്തിന് എന്തിനാണ് പൊട്ട്, അവള് ഭയങ്കര എക്സൈറ്റ്മെന്റ് നിൽക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾ ചേട്ടനും ചേച്ചിക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ശരിക്കും ഞാൻ ബേസിൽ യൂണിവേഴ്സിലേക്ക് പോയി കൊടുക്കാൻ വന്നപ്പോൾ ചേട്ടനങ്ങ് തിരിഞ്ഞു. അങ്ങനെ രണ്ടുപേർക്കും ഞാൻ ആശംസകളൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി. ഇനി നമുക്ക് സദ്യ കഴിക്കാം. സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവർ ഭയങ്കര ഫാസ്റ്റ് ആണ്. നമുക്ക് പപ്പടം മാത്രമല്ല, നമുക്ക് ബോളിയൊക്കെ കഴിക്കാൻ കിട്ടും കേട്ടോ. സാധനം നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇന്ന് അത് കൊണ്ടുവരുമോ നമ്മൾ ചോദിക്കും. പക്ഷെ ഇവരങ്ങനല്ല. ഇവർ അതിന് മുന്നേ നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും. ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ വേഗം കഴിച്ചു കഴിയുകയും ചെയ്യും. അടുത്ത ബന്ധിക്കുള്ള ആൾക്കാർക്ക് ഇരിക്കുകയും ചെയ്യാം. ഒരു സൈഡിൽ നിന്ന് കറി വിളമ്പോ ഒരു സൈഡിൽ നിന്ന് കഴിച്ചു തീർക്കും. വേറെ ഒന്നും അല്ല, ഇനി ചോറും കൂടെ വരാനുള്ളൂ. ഇനി നമുക്ക് ചോറ് കഴിക്കുന്നതിന് മുന്നുള്ള സെൽഫി വീഡിയോ എടുക്കുന്ന അങ്ങേ അറ്റം ഇരിക്കുന്ന സാജൻ വരെ കണ്ടെങ്കിലും നിമില് മാത്രം കണ്ടില്ല. പിന്നെ അവസാനം കണ്ടു. അങ്ങനെ കാത്തിരുന്ന ചോറ് വന്നിരിക്കുന്നു. പറയാതിരിക്കാൻ വയ്യ, നല്ല സദ്യയായി. ഇനി തിരിച്ചുള്ള യാത്ര കുറച്ച് ദൂരെ കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് പോയത്. ആ സമയം കൊണ്ട് ഇവിടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുക്കാറ്. പിന്നെ ഞങ്ങളുടെ ഉണ്ണിക്കുട്ടിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ചിരിയായിരുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ ചിരിക്കാൻ പറഞ്ഞാൽ ചിരി വരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് അവന്റെ ചിരി കണ്ട് ഞങ്ങൾ ചിരിക്കുക. എന്തായാലും അവരത് നല്ല രീതിയിൽ പകർത്തിയെന്നാണ് തോന്നുന്നത്. ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആത്മവിശ്വാസം നേടൂ. ക്ലോസ് അപ്പ് ഇപ്പോൾ ട്രിപ്പിൾ ഫ്രഷ് ഫോർമുലയ്ക്കൊപ്പം. ഇനി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഞങ്ങളെ തന്നെയാണ്. നോക്കും, ചിരിക്കും, ചിരിക്കും, നോക്കും. ഇനി ഇവരെ രണ്ടിനെ മാറ്റി നിർത്തി എന്റെ അമ്മയുടെ കൂടെ ഉള്ള ഫോട്ടോ എടുപ്പായിരുന്നു. പിന്നീട് അവര് മാത്രം നിന്നുള്ള ഫോട്ടോ എടുപ്പായിരുന്നു. വെയിൽ കുറച്ച് തണുപ്പ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. എന്നാലും ചൂട് കൂടുതലായിരുന്നു. 4 2 വീലറും എടുത്ത് 8 പേരും ഉണ്ടായിരുന്നു. ഒരുമിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് പലരെയും കാണാതെ പോകാറ്. വഴി അറിയാന്നുള്ള ധൈര്യത്തിലാണ് സാജൻ പോകുന്നത്. എന്നിട്ട് കാണാൻ വഴി തെറ്റി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുന്ന സംശയമുണ്ട്, ഇവനാണോ ഇനി ഗൂഗിൾ മാപ്പ് കണ്ടുപിടിച്ചതെന്ന്. പോകുന്ന വഴി നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് കാടും അതുപോലെ തന്നെ ഇതുപോലത്തെ സ്ഥലങ്ങളും. കൂടുതൽ ഒരുത്തർ 400 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് 40-ലാണ് വന്നത്. എന്നാൽ വഴി അറിയാവുന്നവരാണോ അതുമല്ല. തിരിഞ്ഞു നോക്കി ഇവരെ ഒട്ടും കാണത്തുമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഇങ്ങനെ സംഭവിച്ചു കേട്ടോ. ഇവരെ കാണാതെ പോയായിരുന്നു. ഇങ്ങനെയുള്ള ചിലതിനെയൊക്കെ ഞങ്ങളുടെ ഇടയിലേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു വണ്ടിക്ക് ഇന്ധനം അടിക്കാൻ വേണ്ടി ഞങ്ങൾ വഴിയിൽ വണ്ടി തറഞ്ഞു കുറച്ചു നേരം ഇറങ്ങി നിന്നു. എത്രാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നത്. വർത്താനമൊക്കെ പറഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. എപ്പോഴും സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഓടിക്കുന്ന ആൾ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലിരിക്കുന്ന ആൾക്ക് അത് കേൾക്കണമെന്നില്ല. ഇവനാണ് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ കാറ്റ് മാത്രമേ എന്നോട് സംസാരിക്കുന്നുള്ളൂ. പിന്നെ കേൾക്കുന്ന അറ്റം മുറിയൊക്കെ വെച്ച് ഞാനതങ്ങ് പിടിക്കും. പിന്നെ നല്ലൊരു ആശ്വാസം കിട്ടിയതുകൊണ്ട് ഈ ഒരു ഏരിയ വന്നപ്പോഴാണ്. കാരണം ഇവിടെ അത്യാവശ്യം നല്ല തണലുള്ള ഒരു ഏരിയ ആണ്. റോഡിന്റെ 2 സൈഡും മരങ്ങൾ, അതുപോലെ നല്ല കാറ്റും തണലും. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാവരും സ്ഥലത്തെത്തി. ഇവരിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേഗം വീട്ടിൽ ചെല്ലാൻ വേറൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴി ഇവർക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.